എല്ലാ കൂട്ടുകാർക്കും ബോഡി ബിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൊറോണറി സർക്കുലേഷനെ കുറിച്ചാണ്. കൊറോണറി സർക്കുലേഷൻ, ഹാർട്ടിലെ സർക്കുലേഷൻ അല്ലേ, ഹാർട്ടിൻ്റെ സർക്കുലേഷൻ. അതായത് ഹാർട്ടിൻ്റെ ഫങ്ഷൻ മെയിനായിട്ട് പമ്പ് ബ്ലഡ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി, പിന്നെ ലങ്സിലോട്ടും അല്ലേ. റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് ലങ്സിലോട്ട് ബ്ലഡ് പമ്പ് ചെയ്യും, ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലോട്ട് പമ്പ് ചെയ്യും. ഹാർട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കോൺസ്റ്റൻ്റ് ആയിട്ട് ഹാർട്ട് പമ്പ് ചെയ്യണമെങ്കിൽ ഹാർട്ടിലെ സെൽസിന് ഓക്സിജൻ വേണം, ന്യൂട്രിയൻസ് വേണം. അത് എത്തിക്കുന്ന ബ്ലഡ് വെസൽസ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതാണ് കൊറോണറി സർക്കുലേഷൻ. ഓക്കെ, നമ്മളത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഹാർട്ട് പറഞ്ഞു. ഒരു ഫിസ്റ്റിൻ്റെ സൈസിലുള്ള ഹാർട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ സെൻറ്ററിലായിട്ടിരിക്കുന്നു. പോയിൻറ്റഡ് പോർഷൻ എയ്പെക്സ് ലെഫ്റ്റ് ഹിപ്പിനോട് ഡയറക്ഷൻ ഇത്തിരി ചെരിഞ്ഞാണ് ഇരിക്കുന്നത്, ബേസ് റൈറ്റ് ഷോൾഡറിലോട്ടും അല്ലേ. അപ്പം ഇതാണ് നമ്മുടെ ഹാർട്ട്. ഇമാജിൻ ചെയ്യുക, ഇത് നമ്മുടെ ഹാർട്ടിൽ നിന്ന് പോണ അയോർട്ടയാണ് ഇതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഹാർട്ട് ഫ്രണ്ട് വ്യൂ. ഓക്കെ, നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഹാർട്ട് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ബ്ലഡ് വെസൽസ് ഒക്കെ കാണും. അതുപോലെ തന്നെയാണ് ഹാർട്ടിനും. ഓക്കെ, ഹാർട്ടിലോട്ട് ബ്ലഡ് വെസൽസ് പോകുന്നുണ്ട്. ഈ ബ്ലഡ് വെസൽസ് ആണ് ഓക്സിജനും ന്യൂട്രിയൻസും ഉള്ള ബ്ലഡ് ഹാർട്ടിലെത്തിച്ചിട്ട് ഹാർട്ടിന് പമ്പ് ചെയ്യാൻ ആവശ്യമായ എനർജി കൊടുക്കുന്നത്. അതായത് ഹാർട്ടിലെ സെൽസ് ഈ ഓക്സിജൻ വെച്ച് ഓക്സിഡൈസ് ചെയ്യും ന്യൂട്രിയൻസിനെ. അപ്പോൾ നമുക്ക് എനർജി കിട്ടും, വേസ്റ്റ് പ്രോഡക്ട്സ് കിട്ടും. വേസ്റ്റ് പ്രോഡക്ട്സ് കാർബൺ ഡൈ ഓക്സൈഡ് ഒരെണ്ണം മെയിനായിട്ടുള്ളത്. നമ്മളിപ്പോൾ ഹാർട്ടിനെ പറ്റി നോക്കുമ്പോൾ അത് വെയിൻസിലോട്ട് വന്നിട്ട് ആ വെയിൻസ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞു ഹാർട്ടിൻ്റെ ആണെങ്കിൽ അത് റൈറ്റ് ഏട്രിയത്തിലോട്ട് കൊറോണറി സൈനസ് വഴി അത് ഓപ്പൺ ചെയ്യും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ഈ കൊറോണറി സൈനസ്. ഓക്കെ, ഇപ്പം നമുക്കത് ആവശ്യമില്ല. നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊറോണറി സർക്കുലേഷൻ. അതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് അയോർട്ടയുണ്ട്. ലെഫ്റ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്തു. ഓക്കെ, ലെഫ്റ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുമ്പോൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മുടെ അയോർട്ടയിൽ കൂടെ സഞ്ചരിക്കുകയാണ്. ഫസ്റ്റ് 2 ഡിവിഷൻ വരുന്നത് കൊറോണറി ആർട്ടറീസിലാണ്. ആ നല്ല പ്യുവറായിട്ടുള്ള ഫ്രഷ് ബ്ലഡ് ഫസ്റ്റ് ഹാർട്ടിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ വരയ്ക്കാൻ പോവുകയാണ്. നമുക്കൊരു ലെഫ്റ്റ് സൈഡിലുള്ള ഒരു കൊറോണറി ആർട്ടറി ഉണ്ട്, റൈറ്റ് സൈഡിലുള്ള ഒരു കൊറോണറി ആർട്ടറിയും ഉണ്ട്. ഓക്കെ, അപ്പം ഇത് നമ്മുടെ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി, ഇത് റൈറ്റ് കൊറോണറി ആർട്ടറി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അയോർട്ട മെയിനായിട്ടുള്ള 2 ബ്രാഞ്ചുകളാണ്, റൈറ്റ് കൊറോണറി ആർട്ടറിയും ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയും. ഓക്കെ, ഇനി നമ്മൾ ഈ ലെഫ്റ്റിലുള്ള കൊറോണറി ആർട്ടറീസ് 2ആയിട്ട് ബ്രേക്ക് ആവുകയാണ്. ഓക്കെ, 2 ബ്രാഞ്ചസ് ഉണ്ട്, അതിന് 2 ഡിവിഷൻസ്, ബ്രേക്ക് അല്ല 2 ഡിവിഷൻസ് ഉണ്ട്. ഈ ഡിവിഷൻസ് ആണ് ഒരെണ്ണം പോയിട്ട് ഇതിൻ്റെ പുറകിലോട്ട് പോകണു, ഒരെണ്ണം നേരെ ഫ്രണ്ടിലോട്ട് വന്നിട്ട് അത് പുറകിലോട്ട് പോവാണ്. ഓക്കെ, പുറകിലോട്ട് പോയിട്ട് ഇതിന് നിറച്ചിങ്ങനെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. കാരണം അതെന്താ, അതെല്ലായിടത്തും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓരോ ബോഡി സെൽസിനും നമുക്ക് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് വേണം അല്ലേ. അപ്പോൾ അങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇത് പുറകിലോട്ട് പോവും. അതായത് ഹാർട്ട് നമ്മുടെ ഫിസ്റ്റിൻ്റെ സൈസ്, ഹാർട്ട് ആർട്ടറിയിൽ നിന്നുള്ള ഒരു ബ്ലഡ് വെസൽ സൈഡിലോട്ട് പോയിട്ട് പുറകിലോട്ട് പോവും. ഓക്കെ, ഫ്രണ്ടിൽ കൂടെ ഒരെണ്ണം നേരെ ഫ്രണ്ടിലോട്ട് വന്ന് പുറകിലോട്ട് പോകും. റൈറ്റ് സൈഡിൽ നിന്നുള്ളതും അതുപോലെ തന്നെ. ഓക്കെ, ഒരെണ്ണം പുറകിലോട്ട് പോകും, ഒരെണ്ണം സൈഡിലോട്ട് പോകും. അപ്പം മൊത്തം ഹാർട്ടിന് ഫുൾ ഈ ഓക്സിജനേറ്റഡ് ബ്ലഡും ന്യൂട്രിയൻസും കിട്ടും. നമ്മളിവിടെ കുറേ ഡിവിഷൻസ് ഉണ്ട്, നമ്മൾ മെയിൻ ആയിട്ടുള്ള ഡിവിഷൻസ് മാത്രമാണ് പറയണുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ ലെഫ്റ്റ് കൊറോണറി ആർട്ടറി കണ്ടു, അതിൻ്റെ ഡിവിഷൻസ് ആണ്. ഒരെണ്ണം സർക്കംഫ്ലെക്സ് ആർട്ടറി. ഓക്കെ, അപ്പോൾ ഇത് ഒരു സർക്കംഫറൻസ് പോലെ ആലോചിക്കുക, സർക്കംഫറൻസ്. അപ്പോൾ അത് സർക്കംഫറൻസ് പോലെ സർക്കംഫ്ലെക്സ് ആർട്ടറി. ഓക്കെ, പിന്നെ നമുക്കൊരു ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി. നമുക്കിവിടെ ഒരു വേർഡ് പഠിക്കാനുള്ളത്, എപ്പോഴും ആൻറ്റീരിയർ അല്ലെങ്കിൽ വെൻട്രൽ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് അല്ലെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ്, അതാണ് മീനിങ് വരിക.
വേറൊരു വാക്കും കൂടി ഇവിടെ വന്നിട്ട് രണ്ടും പറഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. പോസ്റ്റീരിയർ അല്ലെങ്കിൽ ഡോർസൽ. സ്പെല്ലിംഗ് കറക്റ്റ് അല്ലേ? പോസ്റ്റീരിയർ, യെസ്. ഡോർസൽ, ബാക്ക് ഓർ ഇൻ ബാക്ക് ഓഫ്. എപ്പോഴും നമ്മൾ ഈ നമ്മൾ അനാറ്റമി പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണിത്. ആൻറ്റീരിയർ ഫ്രണ്ട്, പോസ്റ്റീരിയർ ബാക്ക്. പറയുമ്പോൾ ഇപ്പോൾ ഐസ് ആർ ആൻറ്റീരിയർ ടു എൻ്റെ ബോഡി അല്ലേ, ഫ്രണ്ടിലാണ്. സ്പൈനോ പോസ്റ്റീരിയർ. അപ്പോൾ ഈ രണ്ട് വാക്കും ഉറപ്പായിട്ട് പഠിച്ചു വയ്ക്കണം. അത് എവിടെ കണ്ടോ ആൻറ്റീരിയർ ഫ്രണ്ടാണ്, പോസ്റ്റീരിയർ ബാക്കാണ്. ഓക്കെ, അപ്പം ഇത് നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ആർട്ടറിനെ പറ്റി തിരിച്ചു പോവാണ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ആൻറ്റീരിയർ ഫ്രണ്ടിൽ, അതായത് ഹാർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ആർട്ടറിയാണ് ആൻറ്റീരിയർ ഡിസെൻഡിങ്. അത് ഡിസെൻഡ് ചെയ്യണം. നമ്മൾ കേട്ടിട്ടില്ലേ, അസെൻഡിങ് മുകളിലോട്ട് പോവുക, ഡിസെൻഡിങ് താഴത്തോട്ട്. ഡിസെൻഡ് ചെയ്യണ ആർട്ടറിയാണ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് LAD. ഓക്കെ, ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി. നമ്മളത് ഇവിടെ കണ്ടു. ഓക്കെ, അത് വിവിധ ബോഡി പാർട്സിന് വിവിധ ഹാർട്ടിൻ്റെ മസിൽ സെൽസിന് സപ്ലൈ ചെയ്യാണ്. എന്നിട്ട് അത് പുറകിലോട്ട് പോകും. ഓക്കെ, ഇനി റൈറ്റ് കൊറോണറി ആർട്ടറി ഉണ്ട് നമുക്ക്. അത് മാർജിനൽ ആർട്ടറി ആയിട്ടും പോസ്റ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി ആയിട്ടും പറയും. ഓക്കെ, നമുക്ക് വേർഡ് എടുക്കുക. പോസ്റ്റീരിയർ പുറകിലോട്ടാണ് പോണത്, ഡിസെൻഡ് ചെയ്യും, അങ്ങനെയുള്ള ഒരു ആർട്ടറി. ഓക്കെ, അപ്പോൾ നമുക്കിത് പോസ്റ്റീരിയർ പുറകിലോട്ട് കൊണ്ടുവരണം അല്ലേ. പുറകിൽ വന്നിട്ട് അത് പോസ്റ്റീരിയർ ഡിസെൻഡിങ് ആണ്. അപ്പോൾ അതിനും നമുക്ക് ഡിവിഷൻസ് ഉണ്ട്, ഇങ്ങനെ തന്നെ ബ്രാഞ്ചസ് ഉണ്ട്. കാരണം അത് പുറകിലെ സ്ട്രക്ചേഴ്സിനെയൊക്കെ സപ്ലൈ ചെയ്യാണ്. ഓക്കെ, ഇവിടെ നിന്നും ഏട്രിയത്തിലോട്ടും എല്ലായിടത്തോട്ടും സപ്ലൈ വരുന്നുണ്ട് ബ്ലഡിൻ്റെ. ഇനി ഇവിടെ നമ്മളൊരു പ്രത്യേകത കണ്ടത്, ഈ ഒരു പോസ്റ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറിയും നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി, നമുക്ക് ഫ്രണ്ടിൽ ഒരു ആർട്ടറി ഉണ്ട്, ബാക്കിൽ ഒരു ആർട്ടറി ഉണ്ട്. അത് നടന്ന് പുറകിലൊരു അനസ്റ്റമോസിസ് നടക്കുന്നുണ്ട്. അതായത് അവിടെ അത് ഫ്യൂസ് ചെയ്തു. ഓക്കെ, അതവിടെ കണക്ഷൻ വന്നു, രണ്ടും കൂടി യോജിച്ചു. അതെന്താണ്? ഒരു ബ്ലോക്ക് വന്നാലും ശരീരത്തിൻ്റെ ഒരു പ്രക്രിയയാണ് ആ ബ്ലോക്കിനെ കുറുകെ കടക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്കൊരു അനാസ്റ്റമോസിസ് ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഏതാ പറഞ്ഞ മാർജിനൽ ആർട്ടറി. മാർജിനൽ ആർട്ടറി സൈഡിൽ കൂടെ വന്ന് ഈ മാർജിനിലോട്ട് പോകും. ഓക്കെ, ഇവിടെ സർക്കംഫ്ലക്സ് ആർട്ടറി എന്നൊരു മാർജിനൽ ആർട്ടറി ഉണ്ട്. പക്ഷേ മെയിൻ ഡിവിഷൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നുള്ളൂ. നമുക്കിവിടെ റൈറ്റ് മാർജിനൽ ആർട്ടറി ഉണ്ട്. മെയിൻ ഡിവിഷൻസ് നമ്മളിപ്പോൾ ഇത്രയും പഠിച്ചു ഇല്ലേ. അയോർട്ട, ഫസ്റ്റ് 2 ബ്രാഞ്ചസ്. ഇവിടെ പറയുമ്പോൾ നമുക്ക് മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത്, വെൻട്രിക്കുലർ സിസ്റ്റോളി നടക്കുമ്പോൾ, വെൻട്രിക്കുലർ കൺട്രാക്ഷൻ നടക്കുമ്പോൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് അയോർട്ടേക്കൂടെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിൽ പോകും. അതായത് നമ്മുടെ ബോഡി സെൽസിനെല്ലാം ഓക്സിജൻ കിട്ടണത്, ഓക്സിജനേറ്റഡ് ബ്ലഡ് കിട്ടണത് സിസ്റ്റോളി കൺട്രാക്ഷൻ ഫേസിലാണ്. പക്ഷേ ഹാർട്ടിൽ മാത്രം നമുക്ക് എപ്പോഴാണ്? ഡയസ്റ്റോളി ഫേസിൽ. ഓക്കെ, റിലാക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ പഠിച്ച വാൽവ് ഏതാ? സെമി ലൂണാർ വാൽവ്, അയോർട്ടിക് സെമി ലൂണാർ വാൽവ് ക്ലോസ് ചെയ്തിരിക്കുമ്പോൾ, ഹാർട്ട് റെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ 2 കൊറോണറി ആർട്ടറീസിൽ കൂടെ ബ്ലഡ് ഹാർട്ട് സെൽസിലോട് പോണത്. അങ്ങനെ പറയുമ്പോൾ അവിടെയുള്ള ഒരു ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ, പ്രോപ്പറായിട്ടുള്ള റിലാക്സേഷൻ വരണം ഹാർട്ടിന്. എന്നാലാണ് കൊറോണറി ആർട്ടറീസിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ ഉണ്ടാവുള്ളൂ കറക്റ്റായിട്ട്. ഓക്കെ, അപ്പോഴാണ് നമ്മുടെ ഹാർട്ടിലെ മസിൽ സെൽസിന് കറക്റ്റായിട്ടുള്ള ഓക്സിജനേറ്റഡ് ന്യൂട്രിയൻസ് ഉള്ള ബ്ലഡ് കിട്ടുള്ളൂ. ഓക്കെ, അതെപ്പോഴും ഓർക്കുക, ഡയസ്റ്റോളി ഫേസിലാണ് ഇതിൽ കൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യണത്. ഓക്കെ, അത് ഒരെണ്ണം. പിന്നെ റൈറ്റ് കൊറോണറി ആർട്ടറി ഉണ്ട്, ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ഉണ്ട്. റൈറ്റ് കൊറോണറി ആർട്ടറിയുടെ 2 ഡിവിഷൻസ് നമ്മൾ കണ്ടു. ഒരെണ്ണം മാർജിനൽ ആർട്ടറി, ഒരെണ്ണം പോസ്റ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി. അതായത് ഈ ആർട്ടറികളെല്ലാം എല്ലാ ഭാഗവും ഹാർട്ടിൻ്റെ സെൽസിനെ കവർ ചെയ്തേക്കാണ്. എല്ലാ സ്ട്രക്ചറിന് റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം, SA നോഡ്, AV നോഡ്, ഇതിനൊക്കെ കൂടി ബ്ലഡ്, ഓക്സിജനേറ്റഡ് ബ്ലഡും ന്യൂട്രിയൻസും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്കൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ എനർജി വേണം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വേസ്റ്റ് പ്രോഡക്ട്സും കാർബൺ ഡൈ ഓക്സൈഡും എടുത്ത് ഇതേ ലൈനിൽ തന്നെ നമുക്ക് വെയിൻസ് ഉണ്ട്, കാർഡിയാക്ക് വെയിൻസ്. എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ,
അന്ന് എല്ലാ ബ്ലഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഹാർട്ടിൽ നിന്ന് എല്ലാം വന്നിട്ട് ഹാർട്ടിൻ്റെ റൈറ്റ് ഏട്രിയത്തിൻ്റെ പുറകെ എവിടെയാണ് പോസ്റ്റീരിയർ ആസ്പെക്റ്റ്. ഓക്കെ, പുറകിലെ ആസ്പെക്റ്റിൽ കൂടെ ഒരു ബിഗ് ബ്ലഡ് വെസലായിട്ട് റൈറ്റ് ഏട്രിയത്തിലോട്ട് കടക്കും. ഇതായിരുന്നു നമ്മുടെ കൊറോണറി സൈനസ്. നമ്മളന്ന് പഠിച്ചതാണ് കഴിഞ്ഞ വീഡിയോയിൽ. ഓക്കെ, കൊറോണറി സൈനസ്. ഇനി അതായത് ഇവിടെ നമുക്കൊരു ക്യാപ്പിലറി നെറ്റ്വർക്കാണ് ഉണ്ടാവുന്നത്. ഈ ക്യാപ്പിലറി നെറ്റ്വർക്ക് ആവുമ്പോഴാണിത്, ക്യാപ്പിലറി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഓക്സിജനേറ്റഡും വേണം ഡീഓക്സിജനേറ്റഡും വേണം. അതായത് ഇവിടെ എന്ത് ചെയ്തു, ഓക്സിജൻ നഷ്ടപ്പെടുത്തി, ആർട്ടറിയിലുള്ള ഓക്സിജൻ നഷ്ടപ്പെടുത്തി കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്തു. ഇപ്പോൾ ഓക്കെ, കാപ്പിലറി സെൽസിന് കൊടുത്തു, നമ്മൾ ഓക്സിജൻ കൊടുത്തു. അപ്പോൾ അത് നമ്മൾ മൈനസ് എഴുതാം. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്തിട്ട് വെയിൻസ് ആയിട്ട് നമ്മൾ തിരിച്ചു വരികയാണ് ഈ ആർട്ടറീസ് കേട്ടോ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഓർക്കാറെന്ന് വെച്ചാൽ സ്മോൾ, മീഡിയം, ഗ്രേറ്റ്, അങ്ങനെ നമ്മൾ സ്മോൾ, മിഡിൽ, ഗ്രേറ്റ്, മീഡിയം അല്ല മിഡിൽ, ഗ്രേറ്റ്. ഓക്കെ, അങ്ങനെ ഞാൻ എപ്പോഴും ഓർക്കാറ്. അപ്പോൾ സ്മോൾ കാർഡിയാക് വെയിൻ, മിഡിൽ കാർഡിയാക് വെയിൻ. ഇത് പേര് ആവശ്യമുള്ളവർ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇവിടെ കാർഡിയാക് വെയിൻ. ഓക്കെ, അപ്പം നമ്മളിവിടെ ഓക്സിജൻ നമ്മൾ കൊടുത്തു, എന്നിട്ട് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്തു. അപ്പോൾ ആ ബ്ലഡ് വെസൽ എന്തായി, വെയിനായി. ഓക്കെ, വെയിനായി. ഇനി നമുക്ക് മാർജിനൽ ആർട്ടറി സ്മോൾ കാർഡിയാക് വെയിൻ ആവും, പോസ്റ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി മിഡിൽ കാർഡിയാക് വെയിൻ ആവും. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഓക്സിജൻ കൊടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കണ ആ മറ്റേ അറ്റമാണ് ഈ പേര് നമ്മൾ പറയാം, ഗ്രേറ്റ് കാർഡിയാക് വെയിൻ. പിന്നെ നമുക്കുള്ളത് പോസ്റ്റീരിയർ വെയിൻ ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. എന്തൊക്കെയായാലും അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ എഴുതാം, ഇവിടേക്ക് വന്നു. ഓക്കെ, ഇനി ഇവിടെ ക്യാപ്പിലറി നമ്മൾ ഓക്സിജൻ കൊടുത്തു, കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് നമ്മൾ ഇത്രയുമായി. ഓക്കെ, ഇതാണ്. ഓക്കെ, ഇങ്ങനെ ഞാൻ വരയ്ക്കുകയാണ്. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്ന വെയിനാണത്, പോസ്റ്റീരിയർ വെയിൻ ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കിൾ, ലാസ്റ്റത്തെ. ഇനി ഇത് ഓർക്കണില്ലെങ്കിൽ ഇത് എല്ലാം എന്താവും, കാർഡിയാക് വെയിൻസ് ആവും. മൊത്തത്തിൽ നമ്മളിതിനെ കാർഡിയാക് വെയിൻസ് എന്ന് വിളിക്കുകയാണ്. ഈ കാർഡിയാക് വെയിൻസ് എല്ലാം കൂടി വന്ന് ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഹാർട്ടിൻ്റെ, ഇപ്പം നമുക്കിത് ഫ്രണ്ട് വ്യൂ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കിവിടെ ഏട്രിയം ഉണ്ട് അല്ലേ, റൈറ്റ് ഏട്രിയം ഉണ്ട്. അപ്പോൾ ഹാർട്ടിൻ്റെ പുറകിലൂടെ വന്നിട്ട് ഒരു ബിഗ് ബ്ലഡ് വെസലായിട്ട് വന്നിട്ട് പുറകിൽ നിന്ന് കൊറോണറി സൈനസ് ആയിട്ട് റൈറ്റ് ഏട്രിയത്തിലോട്ട് എംപ്റ്റി ചെയ്തു. ഇതാണ് കൊറോണറി സൈനസ്. അത് നമ്മൾ വിടരുത്. കൊറോണറി സൈനസ് ആയിട്ട് നമ്മൾ റൈറ്റ് ഏട്രിയത്തിലോട്ട് എംപ്റ്റി ചെയ്തു. അപ്പോൾ നമ്മുടെ ഇവിടെ സർക്കുലേഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇതാണ് കൊറോണറി സർക്കുലേഷൻ. ഇനി ഞാനിവിടെ കുറച്ച് പെർസെൻറ്റേജ് എഴുതിയിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ റൈറ്റ് കൊറോണറി ആർട്ടറിയിൽ ബ്ലോക്ക് വരാനുള്ള സാധ്യത, നമ്മളിപ്പോൾ പറയില്ലേ ഹാർട്ട് അറ്റാക്ക്, ഓക്കെ, അതിന് മെയിനായിട്ട് അഫക്റ്റ് ചെയ്യണത് ഈ ബ്ലഡ് വെസൽസ് ആണ്. ഓക്കെ, സാധ്യത 30 to 40% അവിടെ ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വരാൻ സാധ്യതയുള്ളത് ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി. ഓക്കെ, LAD, അത് 40 to 50% ചാൻസ്, ഹാഫ്. സർക്കംഫ്ലെക്സ് ആർട്ടറിയിൽ 15 to 20% അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് പഠിക്കണം, ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി. നമ്മൾ ചിലപ്പോൾ ചില റിസൾട്ട്സ് ഒക്കെ നോക്കുമ്പോൾ ഇങ്ങനെ കാണും LAD സ്റ്റെൻറ്റ്, അതായത് അവിടെ സ്റ്റെൻറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം അതെങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സർക്കുലേഷൻ മനസ്സിലായി. നമ്മൾ കൊറോണറി ആർട്ടറീസ് എന്താണെന്ന് പഠിച്ചു. കൊറോണറി ആർട്ടറി ഡിസീസ്, അപ്പോൾ നമുക്കൊരു കൊറോണറി ആർട്ടറി ഉണ്ടെന്ന് വിചാരിക്കാം.
ഒരു ബ്ലഡ് വെസൽ, കൊറോണറി ആർട്ടറി ഉണ്ട്. നമ്മൾ കേൾക്കില്ലേ, ഇടയ്ക്ക് നമ്മുടെ ഫാറ്റൊക്കെ വന്ന് അടിഞ്ഞിട്ട് അത് ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സബ്സ്റ്റൻസ് ഒക്കെ വന്ന് അടിഞ്ഞു. ഓക്കെ, തിക്നെസ് അപ്പോൾ നമ്മൾക്ക് ഇത് ഫുള്ള് എന്തെങ്കിലും ഫാറ്റ് ഡെപ്പോസിറ്റോ ഒക്കെ വന്ന് അടിഞ്ഞു. ഓക്കെ, ഞാൻ കൊറോണറി ആർട്ടറി ഡിസീസിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇതിൽ ബ്ലഡ്, നമുക്കിവിടെ ബ്ലഡ് ഉണ്ട്, ഈ ബ്ലഡ് ഒഴുകുകയാണ്. പണ്ട് ഈ ഡെപ്പോസിറ്റ്സ്, നമ്മളിതിനെ പ്ലാക്ക് എന്ന് വിളിക്കും. ഓക്കെ, ഈ ഡെപ്പോസിറ്റ്സ് പണ്ട് ഇല്ലാതിരുന്നപ്പോൾ ബ്ലഡിന് നല്ല സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റി അല്ലേ. ഇപ്പം ഇവിടെ ഡെപ്പോസിറ്റ്സ് വന്നു, പ്ലാക്ക് വന്ന് അടിഞ്ഞു. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ബ്ലഡ് ഫ്ലോ ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ എന്താ ചെയ്യുക? ഇപ്പം ഞാൻ എക്സസൈസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണ്, എനിക്ക് കൂടുതൽ ബ്ലഡ് ഫ്ലോ ആ സ്ഥലത്തോട്ട് വേണം. ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ ബ്ലഡ് ഫ്ലോ കറക്റ്റായിട്ട് അവിടെ വരണില്ലെങ്കിൽ നമുക്ക് ഒരു വേദന തോന്നും, നെഞ്ചുവേദന. ഓക്കെ, നമ്മളതിനെ പറയും എൻജൈന പെക്ടോറിസ്. അത് അസുഖമല്ല, അതൊരു സിംറ്റമാണ്. അതായത് എന്തോ നമുക്ക് സംഭവിക്കുന്നുണ്ട്, കറക്റ്റായിട്ട് ബ്ലഡ് ഫ്ലോ നടക്കണില്ല. നമ്മൾ കൂടുതൽ എക്സസൈസ് ചെയ്യാണ്. അപ്പം അത് നമ്മുടെ ഹാർട്ടിൻ്റെ, ഓക്കെ, ഹാർട്ടിൻ്റെ ബ്ലഡ് വെസലിനാണെങ്കിൽ അതവിടെ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൂടുതൽ ബ്ലഡ് ആവശ്യം വരുമ്പോൾ കൂടുതൽ ബ്ലഡ് അതിൽ കൂടെ വരാൻ പറ്റണില്ല. ഓക്കെ, ഇപ്പം ഇവിടെയാണെന്ന് വിചാരിക്കാതെ. ഓക്കെ, അപ്പോൾ ബ്ലഡ് വരാൻ പറ്റണില്ല. അപ്പോൾ നമുക്ക് ഒരു ചെസ്റ്റ് പെയിൻ ആയിട്ട് തുടങ്ങും. അതാണ് നമ്മുടെ എൻജൈന പെക്ടോറിസ് നമ്മൾ പറയും, ജസ്റ്റ് നെഞ്ചുവേദന. അപ്പോൾ ഇത് എൻജൈന വന്നിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മളൊരു മരുന്ന് കൊടുക്കും. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണുള്ളൂ. നൈട്രോഗ്ലിസറിൻ. ഈ നൈട്രോഗ്ലിസറിൻ എന്താ ചെയ്യുക? നൈട്രോഗ്ലിസറിൻ വാസോ ഡൈലേറ്റർ ആണ്. ഡയലേഷൻ എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക? ഈ ല്യൂമൻ കൂടും. ഓക്കെ, ബ്ലഡ് വെസൽസിൻ്റെ അനാട്ടമി പഠിക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് പറയാം. അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബ്ലഡ് വെസലിനെ നൈട്രോഗ്ലിസറിൻ വരുമ്പോൾ അതിൻ്റെ സ്പേസ് കൂടും. സ്പേസ് കൂടുമ്പോൾ എന്താ ചെയ്യുക? പ്രഷർ കുറയും. അപ്പോൾ നമ്മൾ ആ പേഷ്യൻസ് നൈട്രോഗ്ലിസറിൻ എപ്പോഴും എടുക്കുമ്പോൾ ബ്ലഡ് പ്രഷർ കുറവാണെങ്കിൽ അത് വളരെ കുറഞ്ഞു പോകും. ഓക്കെ, അപ്പം ഒരു നോർമൽ ഒരുമാതിരി ബ്ലഡ് പ്രഷർ ഉള്ള പേഷ്യൻ്റാണ് നമ്മളത് കൊടുക്കുകയുള്ളൂ. ഓക്കെ, അത് പോട്ടെ, അത് നൈട്രോഗ്ലിസറിൻ. ഓക്കെ, നമ്മൾ അഞ്ചൈന പെക്ടോറിസ് പറഞ്ഞു. ഇനി മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്തായിരിക്കും? ഒന്നല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്കായി എന്ന് വിചാരിക്കാം. ഈ ഡെപ്പോസിറ്റ്സ് വന്നു, കംപ്ലീറ്റ് ബ്ലോക്കായി കഴിഞ്ഞാൽ എന്തുണ്ടാവുക? ഒരു ബ്ലഡ് ഫ്ലോയും ഇല്ല. ഇമാജിൻ ചെയ്യുക, നമ്മുടെ ഇവിടെ ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയിൽ ഒരു ബ്ലോക്ക് വന്നിട്ട് ഫുൾ ബ്ലോക്കായി. ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്ലോ ചെയ്യാണ്. ഇതിൻ്റെ ഡിവിഷൻസ് ഏതൊക്കെയാണ്? സർക്കംഫ്ലെക്സ് ആർട്ടറി, പിന്നെ ആൻറ്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി. ഈ രണ്ട് സ്ഥലത്തോട്ടും ബ്ലോക്കായിട്ട് ബ്ലഡ് ഫ്ലോ വരണില്ല. അപ്പം എന്തുണ്ടാവുക? ഓക്സിജൻ കിട്ടില്ല, കൺട്രാക്ട് ചെയ്യണം. ഹാർട്ടിന് കറക്റ്റായിട്ട് കൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്സിജൻ ഇല്ല, ന്യൂട്രിയൻസ് ഇല്ല. അപ്പം എന്താ ചെയ്യുക? ഈ സെൽസ്, ഹാർട്ടിലെ സെൽസ് ഡൈ ആവും അല്ലേ? അപ്പം അതിന് നമ്മൾ പറയുന്ന പേരാണ് നെക്രോസിസ്. നെക്രോസിസ് വരും. അപ്പം ഇത്രയും ഭാഗത്തിന് എന്ത് പറ്റും? ബ്ലഡ് ഫ്ലോ ഇല്ല, ഓക്സിജൻ ഇല്ല, ന്യൂട്രിയൻസ് ഇല്ല, അവിടെ ബീറ്റ് ചെയ്യാണ്ടാവും. കാരണം എന്താ? അവിടേക്ക് ഒന്നും വരണില്ല. അതിന് എനർജി വേണം എന്തായാലും ബീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ഒന്നല്ലെങ്കിൽ ഈ കൊറോണറി ആർട്ടറി ഡിസീസ് വന്ന് കംപ്ലീറ്റ് ബ്ലോക്ക് വന്നിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇത് പറയാം, ത്രോംബസ്. ത്രോംബസ് എന്തായിരിക്കും? ഞാൻ ഇത്രയും മാത്രം അല്ലെങ്കിൽ വേണം, നമുക്ക് ആദ്യം വരയ്ക്കാം. ഓക്കെ, നമ്മൾക്കൊരു ബ്ലഡ് വെസൽ വരച്ചു. നമ്മളൊരു ബ്ലഡ് വെസൽ വരച്ചിട്ടുണ്ട് ഇവിടെ. ത്രോംബസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജസ്റ്റ് ഒരു ബ്ലഡ് ക്ലോട്ട് ആണ്. ഓക്കെ, ബ്ലഡ് ക്ലോട്ട്. ഈ ത്രോംബസ് എവിടെയെങ്കിലും, ബ്ലഡ് ക്ലോട്ട്സ് എപ്പോഴും എവിടെയാണ് ഉണ്ടാവുക? നമ്മളിപ്പോൾ കൈയൊക്കെ മുറിയുമ്പോൾ ഒരു ബ്ലഡ് ക്ലോട്ട് വരില്ലേ? ഇതുപോലെ ബ്ലഡ് വെസലിൻ്റെ ഉള്ളിലുള്ള ബ്ലഡ് ക്ലോട്ടാണ് ത്രോംബസ്.
അപ്പോൾ എവിടെയെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ടായെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചൊരു ബ്ലഡ് ക്ലോട്ട് വേണ്ട, ബ്ലാക്ക് തന്നെ എടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കുറച്ചൊരു ബ്ലഡ് ക്ലോട്ട് ഉണ്ടായെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് ത്രോംബസ്, അത് അവിടെ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ഇൻ കേസ് അത് മൂവ് ചെയ്തു എന്ന് വിചാരിക്കുക, അത് അവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോന്നിട്ട് അത് മൂവ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, നമ്മുടെ ബ്ലഡ് ക്ലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഇതിവിടെ ഇല്ല, അതങ്ങോട്ട് പറഞ്ഞു പോന്ന് ആ ബ്ലഡ് ക്ലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. മൂവ് ചെയ്യണ എല്ലാം നമ്മൾ എന്ത് പറയും? എംബോളായി പറയും. ഓക്കെ, അപ്പോൾ എംബോളായി എന്ന് വെച്ചാൽ അത് ബ്ലഡ് ക്ലോട്ട് ആവാം, ഫാറ്റിൻ്റെ പ്രൊഡക്റ്റ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ എയർ ബബിൾസ്, നമ്മുടെ ബ്ലഡ് വെസലിൽ ഫോറിൻ ആയിട്ടുള്ള എന്തും, ബ്ലഡ് വെസലിൽ എന്താ പറയുക, സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു വസ്തു ബ്ലഡ് വെസലിൽ മൂവ് ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ നമ്മളതിനെ എംബോളായി പറയും. എംബോളായി ഫാറ്റിൻ്റെ ആവാം, എയറിൻ്റെ ആവാം, ബ്ലഡ് ക്ലോട്ട് ആവാം. ഓക്കെ, വിച്ച് എവർ വൺസ് ആർ മൂവിങ് വി വിൽ കോൾ ദം ആസ് എംബോളായി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് ത്രോംബസ് ഉണ്ട്, എംബോളായി ഉണ്ട്. ഇപ്പം ഇത് ഒരു കുഞ്ഞി ഒരു ചെറിയ ഒരു ക്ലോട്ടാന്ന് വിചാരിക്കുക. ഓക്കെ, അത് ബിഗ് ബ്ലഡ് വെസലിൽ കൂടെയൊക്കെ ഈസി ആയിട്ട് പോകും. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയ ബ്ലഡ് വെസലിൽ എത്തുമ്പോൾ എന്താ ചെയ്യുക? ഇപ്പം ഇതും ക്രോസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിൻ്റെ ഡയമീറ്റർ കുറയുമ്പോൾ, അതിൻ്റെ ഉള്ളിലെ വലുപ്പം കുറയുമ്പോൾ അവിടെ വന്നിട്ട് അത് ക്ലോട്ടായി. അപ്പം നമ്മൾ അതിനെ എന്ത് പറയും? ത്രോംബോ എംബോളിസം. നമ്മൾ കുറേ ഡിസീസ് കണ്ടീഷൻ ഇങ്ങനെ കേൾക്കും. ഇപ്പം ഇത് ത്രോംബോ എംബോളിസം പറയും. പിന്നെ നമ്മൾ പൾമനറി എംബോളിസം കേൾക്കും. ഇതുപോലെ തന്നെ എന്താ ചെയ്യുക? കുഞ്ഞ് ബ്ലഡ് വെസൽ, ചെറിയ ബ്ലഡ് വെസൽ ലങ്സിലോട്ട് ചെല്ലുമ്പോൾ അത് അവിടെ ബ്ലോക്ക് ആക്കും. ഓക്കെ, ഇനിയോ തലയിലാണെങ്കിൽ എന്തുണ്ടാവും? നമ്മുടെ ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് ഫ്ലോയിൽ ഈ ബ്ലഡ് ക്ലോട്ട് ചെന്ന് ബ്ലോക്ക് ആക്കുമ്പോൾ നമുക്കവിടെ ഇസ്കീമിക് സ്ട്രോക്ക് ഉണ്ടാവും, അല്ലേ? അങ്ങനെ പല വിധത്തിലുള്ള വേർഷൻ. ഞാനിവിടെ ഈ 2 പുതിയ വാക്കുകൾ ഒന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ, ത്രോംബസും എംബോളിസവും. അങ്ങനെ വന്ന് ഇതാവുമ്പോഴും നമുക്ക് മയോകാർഡിയൽ ഇൻഫാക്ഷൻ വരും. ഓക്കെ, അപ്പോൾ മയോകാർഡിയൽ ഇൻഫാക്ഷന് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാം. നമുക്ക് ആൻജിയോപ്ലാസ്റ്റി. ഓക്കെ, ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാത്തറ്റർ, ഓക്കെ, ഒരു ഡീഫ്ലേറ്റഡ് ബലൂൺ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഡീഫ്ലേറ്റഡ് ബലൂൺ ഇപ്പം നമുക്ക് ഇവിടെ ഡെപ്പോസിറ്റ്സ് അടിഞ്ഞു കിടക്കുകയാണ്. ഇവിടെ കൂടെ നമ്മളൊരു കാത്തറ്റർ ഇട്ടു, അതിനൊരു ഡീഫ്ലേറ്റഡ് ബലൂൺ ഉണ്ട്, അല്ലേ? ഈ ഡീഫ്ലേറ്റഡ് ബലൂൺ അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ഇൻഫ്ലേറ്റ് ചെയ്യാണ്. അത് ഇൻഫ്ലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? അതിൻ്റെ സൈഡിലുള്ള ആ ഡെപ്പോസിറ്റ്സിനെ അത് പുഷ് ചെയ്യാണ് അതിൻ്റെ ആർട്ടറിയുടെ വോൾസിലോട്ട്. അപ്പോൾ നമ്മൾ ഈ ല്യൂമൻ കൂട്ടണ ഒരു പ്രക്രിയനെയാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി പറയാം. ഓക്കെ, ബലൂൺ ആൻജിയോപ്ലാസ്റ്റി നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് ആ പ്ലാക്കിനെ ആർട്ടറിയുടെ വോൾസിൻ്റെ സൈഡിലോട്ട് മാറ്റി നിർത്തുക, ഡയമീറ്റർ കൂട്ടുക, ബ്ലഡ് ഫ്ലോ ഇതാക്കുക. ഓക്കെ, ഇനി സ്റ്റെൻഡ് ആണെങ്കിലോ, കാർഡിയാക് സ്റ്റെൻസ് ആണെങ്കിലോ ഇതുപോലെ തന്നെ ഡീഫ്ലേറ്റ് ചെയ്ത അതിൽ കൂടെ തന്നെ നമുക്കൊരു സ്റ്റെൻഡ് ഉണ്ടാവും. അപ്പോൾ ഡീഫ്ലേറ്റ് ചെയ്ത സ്റ്റെൻഡ് അകത്ത് ചെന്നു ഇൻഫ്ലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഡെപ്പോസിറ്റ്സ് ഉണ്ട്. ഈ സ്റ്റെൻഡ് എങ്ങനെ വർക്ക് ചെയ്യും? സ്റ്റെൻഡ് ഇവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പം അത് ഡ്രഗ് കോട്ട് ചെയ്തിട്ടുള്ള സ്റ്റെൻഡാന്ന് വിചാരിക്കുക. ഈ സ്റ്റെൻഡ് ഇങ്ങനെ ഇരുന്നിട്ട് ഈ ആർട്ടറി ഇങ്ങനെ തുറന്നു പിടിച്ചിട്ടിരിക്കും. അതായത് അതിൻ്റെ ഉള്ളിൽ കൂടെ ബ്ലഡ് ഫ്ലോ കൂടും. അപ്പോൾ ആലോചിക്കേണ്ടത് ആ സ്റ്റെൻഡ് അവിടെയുണ്ട്, അവിടെ വീണ്ടും അതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ മുകളിൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പേഷ്യൻസ് ബ്ലഡ് തിന്നിങ് മെഡിക്കേഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കാർഡിയാക് സ്റ്റെൻസ് പറഞ്ഞു, ത്രോംബസ് എംബോളിസം പറഞ്ഞു, കൊറോണറി ബൈപ്പാസ്. ഓക്കെ, മെയിനായിട്ട് അടുത്ത ട്രീറ്റ്മെൻറ്റ് ഹാർട്ടിൽ വരുന്നത് ബൈപ്പാസ് ആണ്. ബൈപ്പാസ് നമ്മളെങ്ങനെയാ ശരിക്കും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ റോട്ടിലൊക്കെ ബൈപ്പാസ് കാണില്ലേ? അതുപോലെ തന്നെ. ഓക്കെ, മെയിനായിട്ട് 2 ബ്ലഡ് വെസലാണ് ഇവിടെ എടുക്കാറ്, മാമറി ആർട്ടറിയും സഫീനസ് വെയിനും. അതായത് ഒരു ക്ലോട്ട് ഉണ്ടെന്ന് വിചാരിക്കാം,
ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ബ്ലോക്കിനെ ബൈപ്പാസ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ഒരു സഫീനസ് വെയിൻ എടുത്തിട്ട് അത് ആർട്ടറിയിലോട്ട് അറ്റാച്ച് ചെയ്തിട്ട് ആ ബ്ലോക്കിനെ നമ്മൾ ബൈപ്പാസ് ചെയ്ത് ഇവിടത്തോട്ട് അറ്റാച്ച് ചെയ്യും. അപ്പോൾ എന്താ ചെയ്യുക, ഈ ബ്ലഡ് വെസലിൽ കൂടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇതിലെ ഒഴുകി ഇപ്പുറത്തോട്ടെത്തും. ഈ ബ്ലോക്കിനെ നമ്മൾ ബൈപ്പാസ് ചെയ്തു. ഓക്കെ, കാർഡിയാക് കൊറോണറി ബൈപ്പാസ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇവിടെ നിന്നാണെങ്കിലോ, ഇപ്പം ഇവിടുത്തെ ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഒരു വെയിൻ എടുത്തിട്ട് ഇവിടെ ബൈപ്പാസ് ചെയ്യാണ്. മാമറി ആർട്ടറി ആണെങ്കിൽ ചെസ്റ്റിൽ നിന്നാണ് ആർട്ടറി പോണത്. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഇവിടെ ബൈപ്പാസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ബ്ലോക്കിനെ ബൈപ്പാസ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി. അതാണ് കൊറോണറി ബൈപ്പാസ്. ഹാർട്ട് ട്രാൻസ്പ്ലാന്റോ, ഒരു ഫങ്ഷനും നമുക്ക് നടക്കണില്ല എന്ന് വിചാരിക്കുക, ഇറിപ്പയറബിൾ ഡാമേജ് ആണ് ഹാർട്ടിനെങ്കിൽ ഹാർട്ട് എടുത്ത് മാറ്റിവെക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊറോണറി സർക്കുലേഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മൾ ഈ വേർഡ്സ്, ഈ ആർട്ടറികൾ പഠിച്ചു വയ്ക്കുക. ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഈ വാക്കുകൾ ഓർത്ത് വയ്ക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം.